മരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഒന്നാമതായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ ദുനിയാവിൽ നീ എവിടെ കിടന്നു മരിച്ചാൽ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്ന അവസാന സമയത്ത് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചാ നീ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നീ നിന്റെ നാവ് കൊണ്ട് അവസാനമായിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയേ ഉള്ള ഉസ്താദെ, ഇത് പറയാനാണോ നിങ്ങൾ ഈ 40 മിനിറ്റ് എടുത്തത്? ഇത് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും ചുറ്റിക്കറങ്ങി വന്നത്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എടാ, ഏതും മുതുകുടിയനോടും പള്ളിയും പട്ടവും ദീനും ഇല്ലാത്തവനോട് ചോദിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം, നിസ്കരിക്കാൻ അറിയത്തില്ലെങ്കിലും. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്താ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എളുപ്പമാണ്. കാരണം താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, പ്രസംഗിക്കുന്നവനാണ്, പള്ളിയിലെ ഖതീബാണ്, മുത്തല്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്, എല്ലാ പരിപാടിക്ക് പോയിട്ടും മോതിര് ഊരി കൊടുക്കുന്ന താത്തായാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് പറ്റൂന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. നമ്മളങ്ങ് വിചാരിച്ചിരിക്കുക നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കുകയാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ എന്തേ നോക്കാത്തെ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട ഇത്ര നിനക്ക് ഓർമ്മയുള്ള ദിക്റാണെങ്കിൽ എന്തിനാ ഈ മരിക്കാൻ കിടക്കുന്നവന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കണേ? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അറിയാഞ്ഞിട്ടാ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവൻ അറിയാൻ പറയാൻ, എന്നിട്ടും പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? നിങ്ങൾ ഖുർആൻ നോക്കിക്കേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഭൂമിയുടെ മധ്യഭാഗത്തൊരു പള്ളി കെട്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം. ഇബ്രാഹിം നബി അലിഹിസ്സലാം അള്ളാഹിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നും ഈ ലോകത്തില്ലല്ലോ. അള്ളാഹിനെ ആരാധിക്കാൻ ഒരു പള്ളി പണിയുക, അതും ലോകത്ത് ആദ്യത്തെ പള്ളി. ആരാ പണിതത്? ഇബ്രാഹിം നബി അലിഹിസ്സലാം. കൂടെ ഉണ്ടായിരുന്ന മെക്കാട് പണിക്ക് നടന്ന ആളാരാ? മഹാനായ ഇസ്മായിൽ നബി അലിഹിസ്സലാം. 2 പ്രവാചകന്മാർ. ഇബ്രാഹിം നബി ആരാണെന്ന് ഞാൻ പറയണ്ട, നമുക്കറിയാം ഇബ്രാഹിം നബി ആരാ. ഇസ്മായിൽ നബി അലിഹിസ്സലാം, ഇസ്മായിൽ നബിയുടെ മഹത്വവും എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രവാചകന്മാര് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, ഒരു പള്ളി കെട്ടിയിട്ട്. അള്ളാഹിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് അള്ളാഹിനോട് ആദ്യം പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവെ, നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത് പറഞ്ഞെന്തെന്നറിയോ? സ്വർഗം തരണേന്നല്ല.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല. ഇബ്രാഹിം നബി രണ്ടാമതായിട്ട് അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചോനെ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം പടച്ചവനെ ഒരു മുസ്ലിമായിട്ട് പടച്ചവനെ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. വാപ്പ നിനക്ക് ഉറപ്പാ, ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.